ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് റൈസിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ ഇന്നാളൊരു ദിവസം ബിരിയാണി ഉണ്ടാക്കിട്ടോ. അത് വൻ ഫ്ലോപ്പായിരുന്നു. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ഒട്ടും ശരിയായില്ല. അതെനിക്ക് വല്ലാതെ സങ്കടമായിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ 2-3 വീഡിയോസ് മാറി മാറി കണ്ടിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് തന്നെ. പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ ഉള്ളി വാട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. പട്ട ഗ്രാമ്പൂ ഒന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറിക്കുള്ള റൈസ് ഞാൻ ആദ്യം തന്നെ 1/2 മണിക്കൂർ കുതിരാൻ വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം അത് ഊറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഉള്ളിയുടെ കൂടെ ഞാൻ ക്യാരറ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നല്ല ഇളക്കിയിട്ട് ഞാൻ അതിൽ കരി കൊട്ടുകയാണ്. അത് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഞാൻ ചൂടാക്കിയിട്ടാട്ടോ ഒഴിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തായിരുന്നത്. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ വെള്ളത്തേക്ക് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അത് അടച്ച് കുക്കറിൽ ഒരു വിസിലാട്ടോ അടിക്കുന്നത്. അങ്ങനെ സംഭവം ഞാൻ വിചാരിച്ചേക്കായി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മണക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൻ ഫ്ലോപ്പ് ആവാറ പതിവ്. കുക്കിങ്ങിൻ്റെ ABCD അറിയാത്ത ഞാനാട്ടോ ഈ ബിരിയാണിയൊക്കെ വയ്ക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു അത്ഭുതമായിട്ടൊക്കെ തോന്നാറുണ്ട്. സ്വന്തം വീട്ടിൽ മര്യാദയ്ക്ക് ഒരു ചായ പോലും വെക്കാറിയാത്ത ഞാനാട്ടോ ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതും പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നെയ്ച്ചോറിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഡെക്കറേഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.